ഹലോ മക്കളെ, വെൽക്കം ടു എജുപോർട്ട് ലേണിംഗ്. എങ്ങനെയുണ്ട് IT എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ? സോ നമ്മൾ പാർട്ട് 1 ചാപ്റ്റർ 1, 2, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ പാർട്ട് 2 ചാപ്റ്റർ 4ൻ്റെയും ചാപ്റ്റർ 5ൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതും മോഡലിൽ പറഞ്ഞ സെയിം ചോദ്യമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് പാറ്റേൺ അറിയാം. ടോട്ടൽ 10 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുക, തിയറി എക്സാം. അതിൽ പാർട്ട് A, B ഉണ്ട്. പാർട്ട് എയിൽ എന്താണ് 4 ഓപ്ഷൻസ് ആണ്, അതിൽ 1 കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ പാർട്ട് ബിയിൽ 5 ഓപ്ഷൻസ് ആണ്, അതിൽ 2 കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യണം. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസിയെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ക്രിപ്റ്റോ കറൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് വായിച്ചു നോക്കാം. ട്രാൻസാക്ഷൻ ആർ സെക്യൂർഡ് യൂസിങ് എ ടെക്നോളജി കോൾഡ് ക്രിപ്റ്റോ കറൻസി. അതെന്താണ്? ശരിയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ദിസ്. ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അതും ശരിയാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ഡിജിറ്റൽ ഫോം. അതെ, അത് ഡിജിറ്റൽ ഫോമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ക്രിപ്റ്റോ കറൻസി. നമുക്ക് കൈമേൽ സോളിഡായി കിട്ടില്ലല്ലോ. സോ അതും ശരിയാണ്. ഇനി ഫോർത്ത് നോക്കാം. ഇറ്റ് ഈസ് ഇൻ ഫിസിക്കൽ ഫോം ആൻഡ് ഹാസ് എ വാല്യൂ സിമിലർ ടു മണി. അത് ശരിയാണോ മക്കളെ? നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ഇത് ക്രിപ്റ്റോ കറൻസി എന്താണ്, ഡിജിറ്റൽ ഫോമിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്താ പറയുന്നത്? ഫിസിക്കൽ ഫോം ലൈക്ക് മണി. അത് തെറ്റല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് മക്കളെ ഇൻകറക്റ്റ് വരുന്നത്? ഡി ആണ് ഇൻകറക്റ്റ് വരുന്നത്. ഇവിടെ നോട്ട് കൊടുത്തതുകൊണ്ട് ഇൻകറക്റ്റ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് നെറ്റിക്വേറ്റ്? നെറ്റിക്വേറ്റിൻ്റെ എന്താണ് പാർട്ട് ഏതാണ് നമുക്ക് നോക്കാം. എ എന്താണ്? ഷെയർ അതർ പീപ്പിൾസ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. പിന്നെ എക്സ്പ്രസ് ഡിസഗ്രിമെൻറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ. പിന്നെ ഷെയറിങ് ഹാംഫുൾ ഓർ ഹെയ്റ്റ്ഫുൾ മെസ്സേജസ് ഓൺ ദ ഇൻ്റർനെറ്റ്. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ഓഫ് വെബ്സൈറ്റ് ആൻഡ് ഫോറംസ് യൂസ്ഡ്. അപ്പോൾ ഇതിൽ ഏതാണ് മക്കളെ? ഇതിൽ ഏതാണ്? ഇതിൽ ബി ആണ് നെറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? എക്സ്പ്രസ് ഡിസഗ്രിമെൻറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ. എന്താണ് നെറ്റിക്വേറ്റ് എന്ന് പറഞ്ഞാൽ? ഡിസഗ്രിമെൻറ്റ്സ് എന്ത് ചെയ്യുക നമ്മൾ പറയുക ഓൺ ദ ഇൻ്റർനെറ്റ് ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ. റെസ്പെക്ട്ഫുൾ ആയിട്ട് ഡിസഗ്രിമെൻറ്റ്സ് എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ എക്സാമ്പിൾസ് ഓഫ് NFT? NFT എന്താ മക്കളെ? ഇതാ നോൺ ഫംഗിഡബിൾ ടോക്കൺ. എന്താണ്? നോൺ ഫംഗിഡബിൾ ടോക്കൺ, അതാണ് NFT. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഇതിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മക്കളെ? ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. സോ 2 കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യണം. ഡിജിറ്റൽ ആർട്ട് ആണോ, ഹാർഡ്വെയർ ആണോ, ഡാറ്റാബേസ് ആണോ, വെർച്വൽ ടൂർ ആണോ, ഇൻ ഗെയിം ഐറ്റംസ് ആണോ? എന്താണ് എക്സാമ്പിൾസ് ഓഫ് NFT? NFTൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ഡിജിറ്റൽ ആർട്ടും പിന്നെ അതേപോലെ തന്നെ ഇൻ ഗെയിം ഐറ്റംസും. ഇത് ഓർമ്മയിൽ വെക്കണം. എന്താണ് NFTൻ്റെ ഫുൾ ഫോമും ഓർമ്മയിൽ വെക്കണം. NFTയുടെ എക്സാമ്പിൾസ് ഒന്ന് ഡിജിറ്റൽ ആർട്ടും പിന്നെന്താ ഇൻ ഗെയിം ഐറ്റംസും. സെറ്റ് അല്ലേ? ഓക്കെ, സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്, യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് എ യൂസർ ഇൻ സൈബർ സ്പേസ്, വാട്ട് ആർ ദ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ആർ ബീൻ ക്രിയേറ്റഡ്? അതായത് ഒരു യൂസർ നമ്മൾ ഒരു സൈബർ സ്പേസിൽ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ? എങ്ങനെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ എന്താ പറയുന്നത്? യൂസർ ഇൻഫോർമേഷൻ റെക്കോർഡഡ് ഓൺ ദ റേഷൻ കാർഡ്. നമ്മൾ റേഷൻ കാർഡിലെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണോ നമ്മൾ ഓൺലൈനിൽ സൈബറിൽ ഓരോ കാര്യങ്ങളും, ഇപ്പം എന്തെങ്കിലും വാട്സപ്പ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ റേഷൻ കാർഡിൻ്റെ പേര് വെച്ചിട്ടാണോ ചെയ്യാറ്? അല്ലല്ലോ. ഇപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, അടുത്തത് ഇൻഫോർമേഷൻ റെക്കോർഡഡ് ഇൻ ദ യൂസേഴ്സ് ബാങ്ക് പാസ്ബുക്ക്. അതും തെറ്റാണ്. നമ്മൾ യൂസറിൻ്റെ ബാങ്ക് പാസ്ബുക്കൊക്കെ സ്കാനൊക്കെ ചെയ്തിട്ടാണോ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റഗ്രാമും അങ്ങനത്തെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യൽ? അല്ലല്ലോ, അല്ല. തേർഡ് വൺ, അവേറ്റേഴ്സ് എന്താണ്? ശരിയാണ്. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ മക്കളെ? നമ്മളിപ്പോൾ ലുഡോ ഒക്കെ കളിക്കുമ്പം ഓരോ 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ 4 പ്ലേയേഴ്സിനും ഓരോ ആൾക്കും ഓരോ ഐക്കണൊക്കെ ആയിരിക്കും അല്ലേ മക്കളെ? ഓക്കെ, അപ്പം അവേറ്റേഴ്സ് ഓക്കെ. യൂസർ ഇൻഫോർമേഷൻ റെക്കോർഡ് ഓൺ ദ വോട്ടർ സ്ലിപ്പ്. നമ്മളിതൊക്കെ ചെയ്യുമ്പം വോട്ടർ സ്ലിപ്പിൽ അപ്ലോഡ് ചെയ്യുമോ? ഇല്ലല്ലോ, ഡെഫിനറ്റ്ലി ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ സൈബർ ഐഡൻറ്റിറ്റി. ഓക്കെ, സൈബർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം നമ്മുടെ ഇമെയിൽ ആവാം, നമ്മുടെ യൂസർ നെയിം ആവാം, അങ്ങനെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് ഒരു യൂസറിനെ ഇൻഡിക്കേറ്റ് എങ്ങനെയാണ് സൈബർ സ്പേസിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക? നമുക്ക് അവാറ്റേഴ്സ് യൂസ് ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം, സൈബർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം മക്കളെ? ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ സെറ്റ് അല്ലേ? നെക്സ്റ്റ് ചോദ്യം, CSS instructions for styling the headings on a web page are given. Which of the following is a false statement regarding this?
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് റിഗാർഡിംഗ് ആയിട്ടുള്ള ഫോൾസ് ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം H2 എന്ന് പറഞ്ഞ ഹെഡിങ് ആണ് കൊടുത്തത്. സ്റ്റൈൽ എന്ത് കൊടുത്തിട്ടുണ്ട്? കളർ FF5733 എന്നുള്ള കോഡുള്ള കളറ് എന്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലെ ടെക്സ്റ്റ് എന്താണ് മക്കളെ? സ്കൂളാണ് ടെക്സ്റ്റ്. പിന്നെ ആ ഹെഡിങ് ക്ലോസ് ആയിട്ടുണ്ട്. എത്രാമത്തെ ഹെഡിങ് ആണ്? സെക്കൻഡ് ഹെഡിങ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ 4 ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ഫോൾസ് ചെയ്യാൻ നോക്കാമല്ലോ. സ്റ്റൈൽ ഈസ് ആൻ ആട്രിബ്യൂട്ട്. ഇവിടെ ഈ സ്റ്റൈൽ എന്താ മക്കളെ? നമ്മൾ ഹെഡിങ്ങിൻ്റെ ഉള്ളിലാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ ആട്രിബ്യൂട്ട്. ഇത് ശരിയാണ്. സ്റ്റൈൽ എന്താണ്? സ്റ്റൈൽ ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ഇനി H2 ഇസ് ദ ടാഗ്. അത് നമ്മളിവിടെ H2 ടാഗാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതും ശരിയാണ്. പിന്നെ കളർ ഈസ് ദ വാല്യൂ ഓഫ് ദ സ്റ്റൈൽ. കളറാണോ സ്റ്റൈലിൻ്റെ വാല്യൂ? അല്ലല്ലോ. സ്റ്റൈലിൻ്റെ വാല്യൂ കളർ അല്ലല്ലോ. അല്ല. അപ്പം ഇത് തെറ്റാണ്. കളർ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റൈൽ. കളർ എന്താ മക്കളെ? കളർ എന്താണ്? സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടി ആണ് അല്ലേ? പ്രോപ്പർട്ടി അല്ലേ, അല്ലാതെ വാല്യൂ അല്ലല്ലോ. യെസ്. സോ ഇവിടെ റോങ് ആയിട്ടുള്ളത് ഏതാണ് മക്കളെ? കളർ ഈസ് ദ വാല്യൂ ഓഫ് ദ സ്റ്റൈലാണ്. എന്ത്? ഇവിടെ റോങ് ആൻസർ. സോ ഇതിൻ്റെ ഇൻകറക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി, കളർ ഈസ് ദ വാല്യൂ ഓഫ് ദ സ്റ്റൈൽ. അത് തെറ്റാണ്. കളർ എന്താണ്? കളർ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റൈൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ദ സോഴ്സ് കോഡ് ഓഫ് എ വെബ് പേജ് ഈസ് ഗിവൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിങ് ദിസ് വെബ് പേജ്? ഈ വെബ് പേജുമായി റിലേറ്റ് ആയിട്ട് കറക്റ്റ് ആയതാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ എന്താ? ഇൻകറക്റ്റ് ആണ്. ഇപ്പം കറക്റ്റ് ആയതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കോഡ് നോക്കാം. HTML സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡിൻ്റെ ഉള്ളിലാണ് എല്ലാം വരുന്നത്. ബോഡിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ ഈസിക്കൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കി. പിന്നെ H1ൻ്റെ ഉള്ളിൽ സ്റ്റൈല് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കി. കളറ് ഗ്രീൻ കൊടുത്തു. ടെക്സ്റ്റിൻ്റെ സ്കൂള് അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ഈസ് യെല്ലോ. ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വെബ് പേജ് ഈസ് യെല്ലോ. നമ്മളിവിടെ കറക്റ്റായ ഒന്ന് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ? ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? യെല്ലോ ആണ്. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, അത് ശരി. ഓക്കെ, എ കറക്റ്റാണ്. നമുക്ക് ബാക്കി കൂടി ചെക്ക് ചെയ്യാം. കാരണം ഇവിടെ 4 ഓപ്ഷൻസ് ആയതുകൊണ്ട് 1 ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ബാക്കിയും കൂടി നോക്കാം. അടുത്തത് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വെബ് പേജ് ഈസ് ഗ്രീൻ. ഗ്രീൻ ആണോ മക്കളെ? അല്ലല്ലോ, യെല്ലോ ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ ദ കളർ ഓഫ് ദ വെബ് പേജ് ടൈറ്റിൽ ഈസ് യെല്ലോ. അതായത് ഇവിടെ ടൈറ്റിലിൻ്റെ വെബ് പേജ് ടൈറ്റിലാണ് സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിൻ്റെ കളർ എന്താ മക്കളെ? ഗ്രീൻ ആണ്. അപ്പോൾ യെല്ലോ അല്ല, തെറ്റാണ്. ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ഹെഡർ ഈസ് ഗ്രീൻ. അതും തെറ്റല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് ഈസ് യെല്ലോ. സിമ്പിൾ അല്ല മക്കളെ? ഇതാ ഇവിടെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ, ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റിൻ്റെ കളറ് ഗ്രീൻ. അങ്ങനെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. എ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഈസ് ഗിവൺ ഫോർ എ പാരഗ്രാഫ് ഓൺ എ വെബ് പേജ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടി വാല്യൂ പെയർസ് ദാറ്റ് സ്പെസിഫൈ ദ ഫോണ്ട് സൈസ് ആൻഡ് കളർ ഓഫ് ദ ടെക്സ്റ്റ് ഇൻ ദ പാരഗ്രാഫ്? എന്താണ് മക്കൾ ഇവിടെ പറയുന്നത്? അതായത് ഒരു കാസ്കേഡിംഗ് സ്റ്റൈലിംഗ് ഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടിയും വാല്യൂ പെയർസും എന്താണ്? ഫോണ്ട് സൈസിനെയും കളറിനെയും പറയുന്ന പ്രോപ്പർട്ടിയും വാല്യൂസും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ആദ്യം ഈ പ്രോഗ്രാം നോക്കാം. പാരഗ്രാഫ് സ്റ്റൈൽ ഈസിക്കൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു കളർ കൊടുത്തു. പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ ഒരു കളർ കൊടുത്തു. പിന്നെ ഫോണ്ട് എന്താണ്? ഫോണ്ട് വെയിറ്റ് ബോൾഡ്. ഫോണ്ട് സൈസ് 30 ആക്കി. ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആക്കി. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടി വാല്യൂ പെയർസ് ദാറ്റ് സ്പെസിഫൈ ദ ഫോണ്ട് സൈസ് ആൻഡ് കളർ ഓഫ് ദ ടെക്സ്റ്റ്. ഫോണ്ട് സൈസും പിന്നെ അതേപോലെ കളർ ഓഫ് ദ ടെക്സ്റ്റും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ 5 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 2 ആൻസേഴ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ അതെന്താ മക്കളെ? അത് എന്താ ഫോണ്ട് സൈസിൻ്റെയും കളറിനെയും പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും ഇതല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ FFD70. നമ്മളിവിടെ എന്താ ചോദിച്ചത്? ഫോണ്ട് സൈസും പിന്നെ കളർ ഓഫ് ദ ഫോണ്ട് ആണ്. കളർ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് അല്ല, കളർ ഓഫ് ദ ഫോണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടും അല്ല. ഓക്കെ, പിന്നെ കളർ ആഷ് 3333 ഇത് എവിടെയുള്ളത് മക്കളെ? ഇതാ ഇവിടെയാണുള്ളത് അല്ലേ? സോ ഇവിടെ എന്താണ് മക്കളെ? ഇത് സ്റ്റൈലിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് കളറിന് കൊടുത്തിട്ട് ആ ഫോണ്ടിൻ്റെ കളറല്ലേ നമ്മൾ കൊടുത്തത്. സോ സി കറക്റ്റ് ആൻസർ ആണ്. സി എന്താണ് പറയുന്നത്? കളർ ഓഫ് ദ ടെക്സ്റ്റ് ആണ് സി പറയുന്നത്. ഓക്കെ, ഇനി ഡി നോക്കാം. ഫോണ്ട് വെയിറ്റ് എന്താണ്? ബോൾഡാണ്. അതെന്താ മക്കളെ? ഫോണ്ട് സൈസിന് പറയുന്നുണ്ടോ? അല്ല, ഫോണ്ട് വെയിറ്റ് ബോൾഡ് എന്നാണ് പറഞ്ഞത്, സൈസിനെ പറയുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ അടിയിൽ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞിട്ട് 30 px കൊടുത്തു. 30 പിക്സൽ. അതെന്താ മക്കളെ? അതെന്താണ്? ഫോണ്ടിൻ്റെ സൈസിനാണ് പറയുന്നത് അല്ലേ?
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഫോണ്ട് സൈസിനും കളർ ഓഫ് ദ ടെക്സ്റ്റും ഈ പാരഗ്രാഫിൽ പറയുന്ന കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം കളർ ഏതാണ് ഇതും, പിന്നെ ഫോണ്ട് സൈസ് ഏതാണ് മക്കളെ, ഫോണ്ട് സൈസ് 30px പിന്നെ കളർ ഇതും. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് മക്കളെ ഇതിൻ്റെ ആൻസർ വരിക. സിമ്പിൾ അല്ലേ? സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലേക്ക് പോവാം. സോ ഇവിടെ എന്താണ് given an element of a web page, define the style of this element. Which of the following are included in the property category? അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടി കാറ്റഗറിയിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഇത് കോഡ് നോക്കാം. H3 ഹെഡിങ് ആണ്. സ്റ്റൈൽ ഈസിക്കൽ ടു ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ, പിന്നെ കളർ എന്ത് കൊടുത്തു യെല്ലോ, പിന്നെ ടെക്സ്റ്റ് എന്താ മക്കളെ IT ക്ലബ്ബ് H3 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഏതാണ് പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്നത്, സോറി പ്രോപ്പർട്ടി കാറ്റഗറിയിൽ ഏതൊക്കെയാണ് മക്കളെ വരുന്നത്? ഇവിടെ ടെക്സ്റ്റ് അലൈൻ വരുന്നുണ്ട്, പിന്നെ കളറും വരുന്നുണ്ട് ഇതിൻ്റെ അല്ലേ പ്രോപ്പർട്ടി കാറ്റഗറിയിൽ. സോ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ സ്റ്റൈലല്ല, ഓക്കെ ഇവിടെ കളർ വരുന്നുണ്ട്, കളറ് പിന്നെ സെൻറ്റർ യെല്ലോ അല്ല ടെക്സ്റ്റ് അലൈൻ. ഓക്കെ ഇവിടെ കളറും വരുന്നുണ്ട്, അതേപോലെ ടെക്സ്റ്റ് അലൈനും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും മക്കളെ, ഇത് രണ്ടും ആയിരിക്കും പ്രോപ്പർട്ടി കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ആക്കിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസിൽ തന്ന 4th ഉം 5th ഉം ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ മാക്സിമം കാണാം, മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. സോ ഇനി അടുത്ത പാർട്ടിൽ കാണുന്നവരെ ബൈ ബൈ.